ഇനി നമുക്കേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് മട്ടയരി ഇടണം. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വേണം ഇടാൻ. കഴുകി വൃത്തിയാക്കിയ അരി പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടത് ചൂടാക്കി അത് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് ഫ്രൈ ആകണം. അത് ഈ ഒരു പരുവത്തിലാകണം കേട്ടോ. എല്ലാ അരിയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ആ ഫ്രൈ ആയ അരിയിലേക്ക് 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്ത് ചൂട് ചെറുതായിട്ട് ആറിക്കഴിയുമ്പോഴത്തേക്കിനും മിക്സിയുടെ ജാറിലേക്ക് അരി മാറ്റി കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കണേ. തരി ഒട്ടുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുത്ത് മാറ്റിയ അരിയിലേക്ക് ചെറിയ ചൂടുണ്ട് കേട്ടോ അതിന്. പൊടിച്ചെടുത്ത് മാറ്റിയ അരിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. കൂടെ 2-3 സ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര എന്തെങ്കിലും പൊടിച്ച് ശർക്കരയായിരുന്നു കേട്ടോ ഇരുന്നത്. ശർക്കര ചീകിയതായാലും ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ളുപ്പ്. എന്നിട്ട് അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സി വെച്ച് തന്നെ അടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആ പൗഡർ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇത് അരിയുണ്ടാന്നും അവലോസുണ്ടാന്നും ഒക്കെ പറയും കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് 4 മണി പലഹാരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയില്ലേ? നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ.